നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സൂപ്പർമാനെ ഒട്ടും ഇഷ്ടമില്ലാത്ത സൂപ്പർമാനെ ഇല്ലാതെയാക്കണം അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ നാണം കെടുത്തണമെന്ന് ശബ്ദം ചെയ്ത് ജീവിക്കുന്ന ലെക്സ് ലൂഥറിനെ പറ്റി. ലെക്സ് ലൂഥറിന് സൂപ്പർമാനെ ഭയങ്കര വെറുപ്പാണ്. പക്ഷേ സിറ്റിയിലുള്ള ബാക്കി ജനങ്ങൾക്കെല്ലാം സൂപ്പർമാനോട് ഭയങ്കര ഇഷ്ടവുമാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് സൂപ്പർമാനോടുള്ള ഈ ഇഷ്ടവും ആരാധനയും എല്ലാം കണ്ട് അസൂയയും ദേഷ്യവും വന്ന ലെക്സ് ലൂഥർ ജനങ്ങളെല്ലാം സൂപ്പർമാനെ സ്നേഹിക്കുന്ന പോലെ തന്നെയും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ പേരും ഉണ്ടാക്കുവാനുമായി ഒരു കാര്യം അവിടെ ചെയ്യുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ലെക്സ് ലൂഥർ ലെക്സ് 9000 എന്ന പേരിൽ ഒരു ഡിവൈസ് അഥവാ ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കി അങ്ങ് ബഹിരാകാശത്ത് കൊണ്ട് ഇടുകയാണ്. ഈ ലെക്സ് 9000 കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഭൂമിക്ക് നേരെ ഏലിയൻസോ ഉൽക്കകളോ വന്നാൽ അതിനെയെല്ലാം ലെക്സ് 9000 എന്ന ഈ ഡിവൈസ് നശിപ്പിച്ച് കളയും. അപ്പോൾ തൻ്റെ ഈ ഡിവൈസ് ഏതെങ്കിലും ഉൽക്കയോ ഏലിയൻസിനെയോ നശിപ്പിച്ചാൽ ഭൂമിയെ രക്ഷിച്ചത് താനാണെന്ന് പറഞ്ഞ് നമ്മുടെ ലെക്സ് ലൂഥറിനെ ജനങ്ങളുടെ ഇടയിൽ ഒരു താരമായി മാറുവാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതാണ് ലെക്സ് ലൂഥറിൻ്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെക്സ് ലൂഥർ അണ്ണൻ ഏതെങ്കിലും ഉൽക്കയോ ഏലിയൻസോ ഭൂമിക്ക് നേരെ വരണേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ലെക്സ് ലൂഥർ പ്രാർത്ഥിച്ചതുപോലെ ഒരു ദിവസം ഒരു ഉൽക്ക പോലത്തെ എന്തോ ഒരു സാധനം ഭൂമിയെ ലക്ഷ്യമാക്കി വരികയാണ്. അപ്പോൾ തന്നെ ലെക്സ് ലൂഥറിന്റെ ലെക്സ് ലാബ് എന്ന കെട്ടിടത്തിലിരിക്കുന്ന സയന്റിസ്റ്റുകൾ ഉൽക്ക പോലത്തെ എന്തോന്ന് വരുന്നത് കണ്ടതും അന്നേരം തന്നെ സയന്റിസ്റ്റുകൾ ലെക്സ് 9000 എന്ന ഡിവൈസ് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ലെക്സ് 9000 ആ ഉൽക്കയെ നശിപ്പിക്കുവാനായി ഉൽക്കയുടെ നേരെ വെടിവെക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റ വെടി പോലും ആ ഉൽക്കയ്ക്ക് ഇട്ട് കൊള്ളുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ആ ഉൽക്ക കറക്റ്റായി ലെക്സ് ലാബിൻ്റെ നേരെയാണ് വരുന്നതെന്ന് കണ്ടതും ലെക്സ് ലാബിലുള്ള ആളുകളെല്ലാം അവിടുന്ന് ജീവനും കൊണ്ട് ഓടിപ്പോവുകയാണ്. അന്നേരം തന്നെ ആ ഉൽക്ക ലെക്സ് ലാബിൻ്റെ അടുത്ത് വന്ന് വീഴുന്നു. പക്ഷെ അത് ശരിക്കും ഒരു ഉൽക്കയൊന്നുമല്ല, അത് ഉൽക്കയേക്കാൾ ഭീകരനായ ബ്രെയിനിയാക്ക് എന്ന സൂപ്പർ വില്ലനാണ് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ബ്രെയിനിയാക്ക് ലെക്സ് ലാബ് തകർത്ത് അതിനുള്ളിൽ കയറി അവിടെയുള്ള ഡേറ്റാസും മറ്റും തൻ്റെ ശരീരം ഉപയോഗിച്ച് തന്നെ തൻ്റെ തലയ്ക്കുള്ളിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ ഇപ്പോൾ ബ്രെയിനിയാക്ക് ലെക്സ് ലാബിൽ അതിക്രമിച്ച് കയറിയത് ഡെയിലി പ്ലാനറ്റ് എന്ന പത്രക്കാർ അറിയുന്നു. അപ്പോൾ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ക്ലാർക്ക് കെന്റ് എന്ന നമ്മുടെ സൂപ്പർമാൻ അറിഞ്ഞതും അപ്പോൾ തന്നെ സൂപ്പർമാൻ ലെക്സ് ലാബിലേക്ക് പറന്നു ചെല്ലുകയാണ്. ഇപ്പോൾ സൂപ്പർമാൻ തന്നെ പിടിക്കുവാനായി പറന്നു വന്നത് കണ്ടതും അപ്പോൾ തന്നെ ബ്രെയിനിയാക്ക് അവിടെയുള്ള ലെക്സ് ലൂഥറിൻ്റെ വെപ്പൺസ് എല്ലാം കൺട്രോളിലെടുത്ത് അത് ഉപയോഗിച്ച് സൂപ്പർമാനെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ സൂപ്പർമാൻ അതെല്ലാം സിമ്പിളായി തടയുന്നു. അത് കണ്ടതും ബ്രെയിനിയാക്ക് ലെക്സ് ലൂഥറിൻ്റെ ആ ലെക്സ് 9000 എന്ന ഡിവൈസ് കൺട്രോളിലെടുത്ത് അതിൻ്റെ പവർ ഉപയോഗിച്ച് സൂപ്പർമാനെ അറ്റാക്ക് ചെയ്തതും ലെക്സ് 9000 നിന്നുള്ള എന്തോ പ്രത്യേകതരമായ ലേസർ പോലത്തെ ഒരു വെടി സൂപ്പർമാൻ്റെ ശരീരത്തിൽ കൊണ്ടതും സൂപ്പർമാന് ചെറുതായി വയ്യാതെയാകുകയാണ്. പക്ഷേ സൂപ്പർമാൻ അതൊക്കെ അതിജീവിച്ച് ബ്രെയിനിയാക്കിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ആ ബ്രെയിനിയാക്ക് നമ്മുടെ സൂപ്പർമാൻ്റെ ദേഹത്ത് നിർത്താതെ ലെക്സ് 9000 നിന്നുമുള്ള ലേസർ ഏൽപ്പിച്ച് സൂപ്പർമാനെ വീഴ്ത്തുകയാണ്. ഇപ്പോൾ സൂപ്പർമാൻ വീണിട്ടും ബ്രെയിനിയാക്ക് ലെക്സ് 9000 എന്ന ഡിവൈസിൽ നിന്നുമുള്ള ആ ലേസർ പോലത്തെ വെടി സൂപ്പർമാൻ്റെ ദേഹത്ത് നിർത്താതെ കൊള്ളിക്കുകയാണ്. അതെല്ലാം കൊണ്ട് സൂപ്പർമാൻ വയ്യാതെ അവിടെ വീണ് കിടക്കുന്നു. അപ്പോൾ തന്നെ ബ്രെയിനിയാക്ക് സൂപ്പർമാൻ്റെ അടുത്ത് വന്ന് പതിവ് വില്ലന്മാരുടെ ഡയലോഗുകളെല്ലാം സൂപ്പർമാനോട് പറയുകയാണ്. പക്ഷെ അതൊന്നും കേട്ട് സൂപ്പർമാൻ പേടിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ബ്രെയിനിയാക്കിൻ്റെ നേരെ സൂപ്പർമാൻ ആഞ്ഞൊന്ന് ഊതിയതും അപ്പോൾ തന്നെ ബ്രെയിനിയാക്കിൻ്റെ ശരീരം മുഴുവൻ ഐസായി മാറുകയാണ്. അങ്ങനെ ഇപ്പോൾ ബ്രെയിനിയാക്ക് ഐസായി മാറിയതുകൊണ്ട് പുള്ളിയുടെ കൺട്രോളിലുണ്ടായിരുന്ന ലെക്സ് 9000 ഓഫ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർമാൻ ആ ലേസറിൽ നിന്നും രക്ഷപ്പെടുന്നു. അപ്പോൾ തന്നെ സൂപ്പർമാൻ എഴുന്നേറ്റ് ബ്രെയിനിയാക്കിനിട്ട് ഒരു നല്ല അടി അങ്ങ് വെച്ച് കൊടുത്തതും അപ്പോൾ തന്നെ ഐസായി മാറിയ ബ്രെയിനിയാക്ക് പല കഷ്ണങ്ങളായി പൊട്ടി തകർന്നു പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ബ്രെയിനിയാക്കിൻ്റെ ശല്യം തീർന്നതും സൂപ്പർമാൻ വേഗം ലോയിസ് ലൈൻ്റെ വലിയ കരച്ചിൽ കേട്ടതുകൊണ്ട് അവിടെ അടുത്തുള്ള ഒരു ടവറിൻ്റെ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇപ്പോൾ ലോയിസ് ലൈൻ രണ്ടായി തകർന്നു പോകാൻ തുടങ്ങുന്ന ഒരു ടവറിൻ്റെ മുകളിൽ കയറി നിന്ന് കരയുകയാണ്. ഈ ലോയിസ് എങ്ങനെയാണ് ഈ ടവറിൻ്റെ മുകളിൽ വന്നതെന്ന് വെച്ചാൽ ലോയിസ് സൂപ്പർമാൻ്റെ കൂടെ ഡെയിലി പ്ലാനറ്റ് എന്ന പത്ര കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബ്രെയിനിയാക്ക് ലെക്സ് ലാബിൽ അതിക്രമിച്ച് കയറിയതറിഞ്ഞ് അതിനെപ്പറ്റിയുള്ള ഫോട്ടോസ് എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തി എഴുതുവാനും കൂടി തൻ്റെ ഫോട്ടോഗ്രാഫറായ ജിമ്മി എന്ന ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് ലോയിസ് അവിടെ വന്നത്. അവിടെ വന്നപ്പോൾ സൂപ്പർമാൻ തനിക്ക് മുമ്പ് അവിടെ വന്ന് ബ്രെയിനിയാക്കുമായി ഫൈറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അത് വളരെ ക്ലിയറായി ഒന്ന് കാണുവാൻ വേണ്ടിയാണ് അടുത്തുള്ള ടവറിൻ്റെ മുകളിൽ ലോയിസ് വലിഞ്ഞു കയറിയത്. അങ്ങനെ അവിടെ നിന്ന് സൂപ്പർമാൻ്റെയും ബ്രെയിനിയാക്കിൻ്റെയും ഫൈറ്റൊക്കെ കണ്ടുകൊണ്ട് നിൽക്കേ സൂപ്പർമാൻ്റെയും ബ്രെയിനിയാക്കിൻ്റെയും ഫൈറ്റ് കാരണം തന്നെ ആ ടവർ രണ്ടായി തകർന്നു പോകാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ലോയിസിന് അപകടമൊന്നും സംഭവിക്കാതെ സൂപ്പർമാൻ വേഗം വന്ന് ലോയിസിനെ രക്ഷിക്കുന്നു. ഈ ഒരു കഥയിൽ നമ്മുടെ ലോയിസിന് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്ലാർക്ക് തന്നെയാണ് സൂപ്പർമാൻ എന്ന രഹസ്യമൊന്നും അറിയില്ല. പക്ഷെ പുള്ളിക്കാരിക്ക് സൂപ്പർമാനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ സൂപ്പർമാന് ലോയിസിനോടും ഭയങ്കര ഇഷ്ടമുണ്ട്. ഇപ്പോൾ അവിടെ അവരുടെ അടുത്ത് സൂപ്പർമാനെ ഒട്ടും ഇഷ്ടമില്ലാത്ത നമ്മുടെ ലെക്സ് ലൂഥർ വരികയാണ്. ബ്രെയിനിയാക്ക് തൻ്റെ ലാബിൽ അതിക്രമിച്ച് കയറിയതറിഞ്ഞ് ലെക്സ് ലൂഥർ നേരത്തെ അവിടെ വന്നിരുന്നു. ബ്രെയിനിയാക്കും സൂപ്പർമാനും തമ്മിലുള്ള ആ ഫൈറ്റൊക്കെ കണ്ട് ലെക്സ് ലൂഥർ അവിടെ നിൽക്കുന്നുമുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ തൻ്റെ ലാബ് തകർന്നതിനേക്കാളും ബ്രെയിനിയാക്കിൻ്റെ അറ്റാക്ക് ഏറ്റ് സൂപ്പർമാൻ മരിച്ചില്ലല്ലോ എന്ന സങ്കടമാണ് ലെക്സ് ലൂഥറിനുള്ളത്. അങ്ങനെ സങ്കടമൊക്കെ ഉള്ളിലൊതുക്കി അവിടെ നിൽക്കുന്ന ലെക്സ് ലൂഥറിന് ബ്രെയിനിയാക്കിൻ്റെ തലയിലുള്ള
ഒരു ചിപ്പ് പോലത്തെ എന്തോ ഒരു സാധനം അവിടെ കിടന്ന് കിട്ടുന്നു. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ ആ ചിപ്പും എടുത്തുകൊണ്ട് തൻ്റെ സഹായിയായ മെർസി എന്ന സുന്ദരി പെണ്ണിനെയും വിളിച്ചുകൊണ്ട് തൻ്റെ കെട്ടിടത്തിൽ ചെന്ന് ആ ചിപ്പിൽ എന്തൊക്കെയോ പരീക്ഷണം നടത്തി ആ ബ്രെയിനിയാക്ക് എന്ന സൂപ്പർ വില്ലനെ ആ ചിപ്പിൽ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പോൾ ബ്രെയിനിയാക്കിനെ തിരിച്ചു കൊണ്ടുവന്നതിൽ ലെക്സ് ലൂഥറിന് ചില പദ്ധതികളൊക്കെ ഉണ്ട്. അത് ഉറപ്പായും സൂപ്പർമാനിട്ടുള്ള നല്ലൊരു പണിയായിരിക്കും.